അമ്മേ, എന്തുവാ ഇത്? എന്തിനാ ചന്ദ്രൻ ഇങ്ങനെയൊക്കെ കാണിക്കുന്നത്? സംസാരിച്ച് തീർക്കാൻ പറ്റാത്ത ഒരു പ്രശ്നം ഇവിടെ ഇല്ലല്ലോ. ഈ നിസ്സാര കാര്യത്തിനാണോ ചെറിയമ്മ ഇങ്ങനെ അവിവേകം കാണിക്കുന്നത്? നിങ്ങൾക്കൊക്കെ അങ്ങനെ പറയാം. എന്റെ സ്ഥാനത്ത് എന്ന് ചിന്തിച്ച എന്റെ മാനസികാവസ്ഥ മനസ്സിലാവും. ഞാനൊരു ഭാര്യയാണ്. എന്റെ ഭർത്താവ് എന്നെ മറിച്ച് ഓരോന്നിങ്ങനെ ചെയ്ത അത് ഞാൻ എങ്ങനെ സഹിക്കും? ഞങ്ങൾ എല്ലാവരും അമ്മയുടെ കൂടെ ഇല്ലേ, പിന്നെ എന്തിനാ ഇങ്ങനെ വിഷമിക്കുന്നേ? എനിക്കറിയണം കിരൺ ഇങ്ങനെ ആരാ, എന്തിനാ അവനെ സഹായിച്ചത്? അമ്മേ, അതിനുള്ള മറുപടി കിട്ടിയില്ലെങ്കിൽ അമ്മേ, ഈ ചന്ദ്രമതി ജീവിച്ചിരിക്കില്ല. അമ്മേ, അമ്മേ. അമ്മേ, ഇങ്ങനെയൊന്നും പറയാതെ ഏട്ടത്തി. ഇല്ല, ഇപ്പൊ നിങ്ങൾക്ക് എന്നെ തടയാൻ പറ്റി, പക്ഷേ അതെപ്പോഴും പറ്റണമെന്നില്ല. ചന്ദ്ര പ്ലീസ്, നീ എന്നൊന്ന് മനസ്സിലാക്കൂ. ഞാൻ കിരണെ സഹായിച്ചത് വെറും മനുഷ്യത്വത്തിന്റെ പേരിൽ മാത്രമാ. അത് ഞാൻ വിശ്വസിക്കണോ? എടി, പൃഥ്വി, ഞാൻ അവന് രക്തം കൊടുത്തു എന്ന് അറിഞ്ഞാ ഈ വീട്ടിലൊരു പ്രശ്നം ഉണ്ടാവുമെന്ന് പേടിച്ചിട്ടാ ഞാൻ ഒന്നും പറയാറുണ്ട്. എനിക്ക് പ്രധാനം ഇവിടുത്തെ സമാധാനവും സന്തോഷം തന്നെയാ. ദൈവത്തെ ഓർത്ത് ഞാൻ പറയുന്നൊന്ന് വിശ്വസിക്കുന്നീ. ചെറിയച്ഛൻ ഇത്രയൊക്കെ പറഞ്ഞില്ലേ ചെറിയമ്മേ, ഒന്ന് വിശ്വസിച്ചൂടെ, ഒന്ന് ക്ഷമിച്ചൂടെ? പക്ഷേ നീ ചെറിയമ്മയെ കൂട്ടിക്കൊണ്ടു പോ. അമ്മേ, അമ്മേ, വാ, വാ. എന്നേക്കമ്മ. ചന്ദ്ര ഓ, വാ, നടക്കമ്മേ. വാ, ചെല്ലു. പൃഥ്വി, എന്തൊക്കെ പറഞ്ഞാലും ഇത് നിന്റെ അച്ഛനാ. സ്വന്തം അച്ഛനെ മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് ഇങ്ങനെ ചോദ്യം ചെയ്യുന്നത് ഒട്ടും ശരിയല്ല. നിനക്ക് എന്തെങ്കിലും ചോദിക്കാനോ പറയാനോ ഉണ്ടെങ്കിൽ അച്ഛനെ മാറ്റി നിർത്തി സംസാരിച്ചൂടെ? ഇനി ഇങ്ങനെ ആവർത്തിക്കരുത്. ശരി, നീ ചെല്ലാൻ നോക്ക.